നമുക്ക് 1ാം ക്ലാസ് മലയാളത്തിലെ 3ാമത്തെ പാഠത്തിൻ്റെ മാനത്ത് പട്ടം എന്ന ഭാഗം പഠിക്കാം. മാനത്ത് പട്ടം. കുഞ്ഞുമക്കൾ പട്ടം പറക്കുന്നത് കണ്ടില്ലേ? ഇവിടെ പട്ടം കണ്ട കാര്യങ്ങൾ വച്ചിട്ട് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. മാനത്ത് പട്ടം. പട്ടം, മാനത്ത് പട്ടം, വീട് കണ്ടു, കാട് കണ്ടു, വണ്ടി കണ്ടു, പട്ടം പറന്നു, പൂമല കണ്ടു, പൂമരം കണ്ടു, പുഴ കണ്ടു, വഴി കണ്ടു, പട്ടം പറന്നു. മാനത്ത് പട്ടം എന്തൊക്കെ കണ്ടാണ് പറക്കുന്നത്? വീട്, കാട്, വണ്ടിയൊക്കെ കണ്ടാണ് പട്ടം പറക്കുന്നത് അല്ലേ? അപ്പം എന്താണ് പട്ടം? മാനത്ത് പട്ടം, വീട് കണ്ടു, കാട് കണ്ടു, വണ്ടി കണ്ടു, പട്ടം പറന്നു. അപ്പം ഇനി ഇവിടെ 2 വരി പൂരിപ്പിക്കാനുണ്ട്. നമുക്ക് പൂരിപ്പിക്കാം. ഇവിടെ കുഞ്ഞുമക്കൾ കണ്ടില്ലേ? ഒരു വരിയുടെ കുറച്ച് ഭാഗം വിട്ടിട്ട് കണ്ടു എന്ന വാക്ക് എഴുതിയിട്ടുണ്ടല്ലേ? അപ്പം നമ്മൾ അവിടെ പൂരിപ്പിക്കണം. അടുത്ത വരിയും വിട്ടിട്ടുണ്ട്. അടുത്ത വരി പട്ടം പറന്നു എന്നാണ്. അപ്പം നമുക്ക് അവിടെ പൂരിപ്പിക്കാം. എന്താണ് പൂരിപ്പിക്കുന്നത്? പട്ടം പറക്കുന്നതിനിടയിൽ കണ്ട കാര്യം. കാട് കണ്ടു, വണ്ടി കണ്ടു, പട്ടം പറന്നു. ഇതാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത്. പിന്നെയോ പൂമല കണ്ടു, പൂമരം കണ്ടു, പുഴ കണ്ടു, വഴി കണ്ടു, പട്ടം പറന്നു. ഇവിടെ കൊടുത്ത ചിത്രം നോക്കൂ, എത്ര മനോഹരമാണ്. പൂമല, പൂത്തുലഞ്ഞ് സുന്ദരിമാരായി നിൽക്കുന്ന പൂമരങ്ങളല്ലേ? റോഡിൽ വാഹനങ്ങളുണ്ട്. പിന്നെന്താ, മൃഗമുണ്ട്. പിന്നെ പൊയ്ക ആമ്പൽപ്പൂക്കളൊക്കെ ഉണ്ടല്ലേ? പിന്നെയോ മരത്തിൽ കിളിക്കൂടുണ്ട്. ആ കൂട്ടിൽ കിളികളെ മുട്ടയിട്ട് അവർ കാവൽ നിൽക്കുകയാണ്. മുട്ടയ്ക്ക് കാവൽ നിൽക്കുന്നു. ആൺകിളിയും പെൺകിളിയും അല്ലേ? കണ്ടില്ലേ? മനോഹരമായ വീട്. താഴെ നോക്കൂ, വെള്ളത്തിൽ മീനുകൾ നീന്തി തുടിക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് പട്ടം പറക്കുന്നത്. പട്ടം പൂമല കണ്ടു, പൂമരം കണ്ടു, പുഴ കണ്ടു, വഴി കണ്ടങ്ങനെ പറക്കുകയാണല്ലേ? ഇനി വാക്കുകൾ എഴുതി പഠിക്കാം. മാനത്ത്, മാനത്ത്. പട്ടം, പട്ടം. വീട് കണ്ടു, കാട് കണ്ടു, വണ്ടി കണ്ടു, പട്ടം പറന്നു, പറന്നു, പൂമല കണ്ടു, പൂമരം കണ്ടു, പൂമരം കണ്ടു, പുഴ, പുഴ കണ്ടു, വഴി, വഴി കണ്ടു.